അഞ്ചാമത് ഇടുക്കി രൂപത മരിയൻ തീർത്ഥാടനത്തിന്റെ അവലോകന യോഗം നടന്നു. രാജാക്കാട് ദിവ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 5 ഉച്ചകഴിഞ്ഞ് 3 അടിമാലി സെന്റ് ജൂഡ് പള്ളിയങ്കണത്തിൽ നിന്നും ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ മരിയൻ തീർത്ഥാടനം ആരംഭിച്ച വെള്ളത്തുവൽ പന്നിയാറുകുട്ടി വഴി രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിൽ സമാപിക്കും. 6-ാം തീയതി രാവിലെ 9:30 രാജാക്കാട് പള്ളിയിൽ നിന്നും രാജകുമാരി ദൈവമാതാ പള്ളിയിലേക്ക് തീർത്ഥാടനം നടത്തും. മരിയൻ തീർത്ഥാടനത്തിന്റെ വിജയത്തിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ രക്ഷാധികാരിയായ വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി. അവലോകന യോഗത്തിൽ രൂപതയിലെ 8 ഫെറോനകളിൽ നിന്നുള്ള വൈദികരും ആത്മായ പ്രതിനിധികളും പങ്കെടുത്തു. ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പശ്ചാത്തലിക്കാൻ ദൈവസന്നിധിയെ നമ്മുടെ നാടിനെയും നമ്മുടെ സഭയെയും നമ്മുടെ രൂപതയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാനെല്ലാം തീർത്ഥാടനങ്ങളെ സഹായിക്കും. ഞാൻ എല്ലാവർക്കും പറയുന്ന ഒരു തീർത്ഥാടനമാണ് യാക്കോബിൻ്റെ വഴി. അത് കിലോമീറ്ററുകൾ നീണ്ട ഒരു തീർത്ഥാടനമാണ്. ചിലപ്പോൾ 1 മാസത്തിൽ കൂടുതൽ ആളുകൾ നടക്കാറുണ്ട്. അത് യൂറോപ്പിലാണ്. സ്പെയിനിലെ വിശുദ്ധ യാക്കോബിൻ്റെ കബറിടത്തിലേക്ക് നടക്കുന്നതാണ്. ചിലർ നടന്നു നടന്നത് റഷ്യയിൽ നിന്നൊക്കെ. അങ്ങനെ നടന്നു തുടങ്ങുമ്പോൾ അവർ മാസങ്ങളെടുത്താണ് യാക്കോബിൻ്റെ ഈ കബറിടത്തെത്തുന്നത്. അത് മധ്യകാലത്ത് ആരംഭിച്ച തീർത്ഥാടനമാണ് ഇപ്പോൾ തുടരുന്നത്. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കർ, മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ്, മോൺസിഞ്ഞോർ ജോസ് നരിതൂക്കിൽ, രാജാക്കാട് ഫൊറോന വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, ഫാദർ ജോൺ പട്ടത്തേക്കുഴി, ഫാദർ ജോബി മാതാളിക്കുന്നേൽ, ഫാദർ ജോസ് പുതിയാപറമ്പിൽ, ജോർജ് കോയിക്കൽ, ഷാജി ഈഴക്കുന്നേൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്.